നമസ്കാരം. കേരളത്തിലെ കുടിയന്മാരുടെ അഭയകേന്ദ്രമായ വെപ്കോ അതിൻ്റെ ജീവനക്കാർക്ക് ഇത്തവണ കൈ നിറയെ ലോട്ടറി അടിപ്പിച്ചിരിക്കുകയാണ്. 95,000 രൂപ വെച്ചിട്ടാണ് എല്ലാ ജീവനക്കാർക്കും ഏത് തസ്തികയിലുള്ള ജീവനക്കാർക്കായിരുന്നാലും 95,000 രൂപ വെച്ചിട്ടാണ് ബോണസ് കൊടുക്കുന്നത്. വളരെ നല്ല കാര്യം. കാരണം മലയാളികളെ കുടിപ്പിച്ച് കിടത്തുന്നവരാണല്ലോ ഇവർ. 70 രൂപയ്ക്ക് ഒരു കുപ്പി മേടിച്ച് 750 രൂപയ്ക്ക് വിറ്റിട്ടും നഷ്ടമെന്ന് കണക്ക് കാണിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സർക്കാർ സ്ഥാപനമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം. അങ്ങനെയാണ് പറയുന്നത് ഇത്. പക്ഷെ കൊടുത്തോട്ടെ, നല്ല കാര്യം. കുടിക്കാൻ ആളുള്ളതുകൊണ്ടല്ലേ മേടിച്ച് കുടിക്കുന്നത്. പക്ഷേ മറ്റൊരു വശം കൂടിയുണ്ട്. അതേ സർക്കാരിൻ്റെ കീഴിലുള്ള മറ്റൊരു കോർപ്പറേഷൻ KSRTC, അതിലെ ജീവനക്കാർ അവർ പട്ടിണിയിലാണ് തിരുവോണത്തിൽ. അത് കാരണമുള്ളൊരു സർക്കാർ ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നില്ല. കാരണം നട്ടലുള്ളവൻ ആണൊരുത്തൻ കേരളം ഭരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ നിന്നതെങ്കിൽ ഈ ഒരു അന്യായം നടക്കില്ലായിരുന്നു. കാരണം രണ്ട് കോർപ്പറേഷൻ ആണെങ്കിലും ശരി തന്നെ, രണ്ടിലെയും ജീവനക്കാർ PSC സർക്കാർ നിശ്ചയിച്ച കോടിക്കണക്കിന് രൂപ ശമ്പളവും കിമ്പളവും കമ്മീഷനും ടാക്സും യാത്രാബത്തയും കൊടുത്ത് യാതൊരു ഉപയോഗമില്ലാതെ ഇരിക്കുന്ന PSC അംഗങ്ങൾ അവർ തീരുമാനിച്ച പരീക്ഷ പ്രകാരമാണല്ലോ ഇവർ രണ്ട് കൂട്ടരും ഈ PSC പരീക്ഷ എഴുതി ഈ രണ്ട് ജോലി നേടിയത്. ഒരാളിനോട് ഈ ഒരു നയം, മറ്റൊരു വ്യക്തിയോട് മറ്റൊരു കൂട്ടരോടും മറ്റൊരു നയം. പാഡസ്കഫലീസോതും ചുള്ള ചായക്കപ്പം ചുള്ള വാർത്തകൾ. അങ്ങനെ കേരളത്തിലെ കുടിയന്മാർക്ക് സന്തോഷം കൊടുക്കുന്ന വെപ്കോ അതിൻ്റെ ജീവനക്കാർക്ക് അമിത 4 ഇരട്ടി സന്തോഷം കൊടുത്തിരിക്കുകയാണ്. 95,000 രൂപ വെച്ചിട്ടാണ് ഓരോരുത്തർക്കും. അത് ഏത് തസ്തികയിലുള്ള ജീവനക്കാരാണ് അവർ ഓണത്തിന് ബോണസ് കൊടുക്കുന്നത്. തൊട്ടിപ്പുറത്ത് മറ്റൊരു കോർപ്പറേഷനുണ്ട്, KSRTC. വർഷങ്ങളായിട്ട് നമ്മളെ ആനവണ്ടി, നമ്മുടെ KSRTC കയറാത്ത ഒരു മലയാളി ഉണ്ടാവില്ല, KSRTCയിലെ യാത്ര ആസ്വദിക്കാത്ത ഒരു മലയാളി. പക്ഷെ അവർ ഇന്നിപ്പോൾ ദുരിതത്തിലാണ്. തീർച്ചയായിട്ടും അതിലെ മുൻ തൊഴിലാളികളെയും തെറ്റായ യൂണിയനുകളെയും തെറ്റായ നയങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ഈ ഇന്നത്തെ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ നാളെ വെപ്കോ യൂണിയൻ അല്ലെ സ്റ്റാഫുകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർ ഈ ഒരു അവസ്ഥയിൽ തന്നെ എത്തപ്പെടും. ഈ തൊഴിലാളികളുടെ തെറ്റായ നേതാക്കളുടെ തെറ്റായ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആ KSRTC എന്ന് പറയുന്ന വെള്ളാന, അതിപ്പോൾ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ പൂട്ടിപ്പോകുന്നൊരു സ്ഥാപനം. പക്ഷേ അതിലെ ജീവനക്കാരും കുടുംബങ്ങളും അതിലെ കുട്ടികളും എന്ത് പിഴച്ചു? അവർക്ക് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള രണ്ട് കോർപ്പറേഷനോട് സർക്കാർ ഒരു ആണത്വമുള്ള, അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റമുള്ള, അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ, ഒരു സർക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ധൈര്യമുള്ളൊരു സർക്കാരാണെങ്കിൽ ഈ രണ്ട് കോർപ്പറേഷനുകളും ഇങ്ങനെ ഒരു ഇത് പ്രഖ്യാപിക്കുന്നതിനും, ഈ കോർപ്പറേഷൻ വെപ്കോ കോർപ്പറേഷൻ അതിൻ്റെ സർക്കാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷേ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മാനദണ്ഡം മറികടക്കാൻ വേണ്ടി മറ്റു പല രീതിക്കുമാണ് ഈ പൈസ 95,000 രൂപ അവർക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ സർക്കാരിനോട് ആലോചിച്ചിരുന്നെങ്കിൽ, ഇത്രയും അമിതമായിട്ടൊരു തുക കൊടുക്കാൻ ആലോചിച്ചിരുന്നെങ്കിൽ സർക്കാർ പറയേണ്ടത്, ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും വലിയൊരു തുക അതും ഈ വയനാട്ടിൽ ദുരന്തത്തോടനുബന്ധിച്ച് ഓണാഘോഷം പോലും ഉപേക്ഷിച്ച സർക്കാരാണ്. ആ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കോർപ്പറേഷനാണ് ഈ ഒരു ഇരുട്ടടിയും കൊള്ളക്കളിയൊക്കെ നടത്തുന്നത്. ഈ ഒരു തുക നിങ്ങൾ കൊടുത്തോളൂ, ഓക്കെ ശരിയാണ്, കൊടുത്തോളൂ, നിങ്ങൾ കൊടുത്തു. ഇതിൻ്റെ 3 തുക KSRTCയിൽ പട്ടിണി കിടക്കുന്ന പാവം തൊഴിലാളികൾ കൊടുക്കും. അവരും രക്ഷപ്പെടട്ടെ. അവരുടെ കുടുംബവും ഓണക്കാലത്ത് നിങ്ങൾ കൈനിറച്ചുണ്ടുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ അവർ കൈനിറച്ചുണ്ടില്ലെങ്കിലും കുറച്ച് സന്തോഷമെങ്കിലും അവരുടെ മനസ്സിൽ വരട്ടെ എന്നൊരു വിചാരം നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ടില്ലാതെ. പക്ഷെ അതിനെ ചങ്കൂറ്റുള്ളൊരു സർക്കാർ വേണം. അത് പറയാൻ കഴിവുള്ള ഒരു ഭരണകൂടം വേണം. ദൗർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു ഭരണകൂടം ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ കേരളത്തിലില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ വെപ്കോയുടെ തലപ്പത്തിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രതികളായിട്ട്, അല്ലെങ്കിൽ എക്സൈസിൻ്റെ പ്രതിനിധികളായിട്ട് ഒരു പക്ഷേ കൂടിയാലോചിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു ബോണസൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്. പക്ഷെ നമ്മുടെ സർക്കാർ കണ്ണടച്ച് അവർ ഓക്കെ കിട്ടിയവർ കൊണ്ടുപോവുക. ദീപസ്തംഭ മഹാശര്യം, നമുക്കും കിട്ടണം പണം എന്നാണല്ലോ നമ്മുടെ സർക്കാരിൻ്റെ. ആരെന്ത് അഴിമതി കാണിച്ചാലും, പോലീസിൽ എന്ത് അഴിമതി കാണിച്ചാലും എനിക്ക് കിട്ടേണ്ടത് കൃത്യമായിട്ട് ഇവിടെ കിട്ടണം എന്ന നയമെടുത്ത് ഭരിക്കാനിറങ്ങിയവർക്ക് പിന്നെ ആരുടെ കണ്ണീര് കണ്ടാൽ മനസ്സിലായി. ഇവർക്കൊക്കെ ഈ KSRTC എംപ്ലോയി യൂണിയനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഈ മന്ത്രിസഭയെ മന്ത്രിസഭ നിലവിൽ വരാൻ വേണ്ടിയിട്ട് അഹോരാത്രം അധ്വാനിച്ചത്. അവരുടെ കണ്ണീര് കാണാൻ ഈ മന്ത്രിസഭയ്ക്ക് അത് സമയമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എന്തായാലും ഇവർക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഇനിയെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് KSRTC ജീവനക്കാരെ ആലോചിക്കുകയും, നിങ്ങളുടെ ഒരു കഷ്ട സമയത്ത് ഇവരാരും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. കണ്ടില്ലേ, വെപ്കോയിലെ കുടിയന്മാരെ കുടിച്ചാണ്ട് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഫലം നല്ല ജീവനക്കാർക്ക് കിട്ടി. നിങ്ങളുടെ വണ്ടികളിൽ യാത്ര ചെയ്യുന്നാൽ ആളുകൾ വളരെ കുറവാണ്. അതുപോലെ അത്രയും നിങ്ങൾക്കും കിട്ടുന്നുള്ളൂ. എന്തായാലും നട്ടലൊരു ഭരണകൂടം നമ്മുടെ നാട്ടിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓണത്തിന് പട്ടിണി കിടക്കുന്ന KSRTC ജീവനക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാഡസ്കഫിൽ വീണ്ടും കാണാം.